ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടമാണ് ആ നാടിനെ സംബന്ധിച്ചോളം, കുടുംബങ്ങളെ സംബന്ധിച്ചോളം 4 ജീവനുകൾ നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ റോഡിൻ്റെ അപാകതയാണ് ഈ അപകടം ഉണ്ടാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉൾപ്പെടെ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചതാണ്. പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 ജീവനുകൾ രക്ഷിക്കായിരുന്നു. അല്ല, ഇതിലിപ്പം സംഭവം വളരെ ദുഃഖകരമാണ്, നമുക്ക് ദാരുണവുമാണ്. മക്കളുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിനകത്ത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അവിടെ അത്യന്താപേക്ഷിതമാണ്. 2022 ഞാൻ കേരള നിയമസഭയിൽ ഈ വളവ് നിവർത്തി അതിൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സംസ്ഥാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പരിശോധന നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനെ തുടർന്നാണ് അവിടുത്തെ റോഡ് സ്മൂത്തനിങ് ഏറ്റവും നല്ല സ്മൂത്തായിരുന്നു. അതെല്ലാം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലിംഗ് നടത്തി, സ്റ്റഡുകൾ വെച്ചു, അതുപോലെ തന്നെ ട്രാഫിക് പ്രിക്കോഷൻസ് വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി തുടർന്ന് നടപടി സ്വീകരിച്ചു. കാരണം ആ റോഡ് നേരത്തെ തന്നെ ഞാൻ MLA വരുന്നതിന് സമയത്ത് തന്നെ അത് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നമുക്ക് വളവ് നിവർത്തുക മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു ആവശ്യമായി വന്നെങ്കിൽ പോലും അതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് പോകുക എന്ന് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ശ്രമങ്ങളെല്ലാം നടത്തിയതാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെയുള്ള ആക്സിഡൻറ്റുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വളവ് ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തി വളവ് നിവർത്തുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല അവിടുത്തെ ഇപ്പോൾ ചാറ്റൽ മഴ വരുമ്പോൾ കുറച്ചുകൂടെ അപകടകരമാണ്. കുറച്ച് നല്ല വളവായതുകൊണ്ട് വാഹനങ്ങൾ ഇറങ്ങി വരുന്നതും വളഞ്ഞു വരുന്നതുമൊക്കെ വളരെ പതുക്കെയാണെങ്കിൽ പോലും അവിടുത്തെ ഈ ഒരു അവസ്ഥ ചാറ്റൽ മഴയും മഴക്കാലത്തും ഈ 2 വിഷയമാണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ നടപടി വന്നതിന് ശേഷം ക്രമാതീതമായി കുറഞ്ഞതാണ്, അങ്ങനെ വ്യാപകമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ വണ്ടി ഓടി വീണ്ടും ആദ്യത്തെ പോലെ സ്മൂത്തായി. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഒരു പരിഹാരം ഇതിനകത്ത് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. കുറച്ച് മാസം, അതായത് ഏകദേശം ഒരു മാസം മുമ്പാണ് 5 ജീവനുകൾ ഇതേപോലെ കല്ലടിക്കൂടെ അയ്യപ്പങ്ക വെച്ച്. അല്ല, അത് ഈ സ്ഥലത്തൊന്നുമല്ല, അത് ഈ സ്ഥലത്തല്ല. റോഡ് ദേശീയപാത റോഡ് നമുക്കറിയാമല്ലോ, പാലക്കാട് മുതൽ പെരിന്തൽമണ്ണ വരെ നീണ്ടു കിടക്കുന്ന റോഡാണല്ലോ. ഈ സംഭവം ഈ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് എന്താണ് അവിടെ നടപ്പാക്കുന്നത്? അല്ല, ഞാനത് എന്നും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. നമുക്ക് ആ വളവ് നിവർത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിവാസികളുടെയും കടകളുടെ ആളുകളെയൊക്കെ അത് ഒഴിപ്പിച്ച് ലാൻഡ് അക്വിസിഷൻ നടത്തി ആ റോഡ് സ്ട്രൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാവുക. അല്ലാതെ ഒരു പരിഹാരം അവിടെ കാണുന്നു എനിക്ക് തോന്നുന്നില്ല. പ്രാരംഭഘട്ട നടപടികളെല്ലാം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ നമുക്കറിയാം നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ 266 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിരുന്നു അത്. റോഡ് വീതി കൂട്ടി സ്മൂത്തൻ ചെയ്യുക എന്നുള്ളത് മറ്റ് ട്രാഫിക് സംവിധാനങ്ങളൊക്കെ വെച്ച് ഈ അടുത്ത കാലത്താണ് കേന്ദ്ര മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അപകടങ്ങൾ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് DDCയിലടക്കം അതിൻ്റെ വിവരങ്ങൾ പറയുകയും സഭയിൽ സബ്മിഷനൊക്കെ വന്നപ്പോൾ തന്നെയും അതിൻ്റെ നടപടികൾ ആരംഭിച്ചതാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായൊരു വിവരം എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിൽ ഈ റിവിഷൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി അത് കാത്തിരിക്കുക എന്നുള്ളതല്ല, ഈ വിഷയം കേന്ദ്രം നടത്തുന്നുള്ളതല്ല വിഷയം. നമുക്ക് അടിയന്തരമായിട്ട് അതിൻ്റെ വളവ് നിവർത്തി ശാശ്വതമായൊരു പരിഹാരം, അത് ജനങ്ങൾ അവിടെ പറഞ്ഞതിനോടൊന്നും ഞങ്ങൾക്കൊരു വിയോജിപ്പില്ല. ഞങ്ങൾ ആവശ്യം വളരെ മുമ്പ് തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പറഞ്ഞിട്ടുള്ളതും തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് നല്ല നിലയിൽ പ്രതികരിക്കും എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.